ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്രേയയുടെ അഭിനയം കണ്ട ഗംഗ ശ്രേയയുടെ ഈ അഭിനയം എങ്ങനെയും തകർക്കണമെന്ന് തീരുമാനിക്കുന്നു. ശ്രേയയുടെ അഭിനയം തകർത്തെടുക്കുന്നതിന് വേണ്ടി താൻ കണ്ടെത്തിയ പോംവഴി തന്നെയാണ് ശരിയെന്ന് ഗംഗ തീരുമാനിക്കുകയും അതുപോലെ തന്നെ ഗംഗയും മഹിയുടെ അരികിലേക്ക് എത്തി മാളുവും ഇക്കാര്യം അറിയിച്ചു. മഹി മാളുവിനെ അരികിൽ എത്തിച്ചു വെച്ചു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു വരുന്നത് മന്ത്രവാദിയെ കൊണ്ടുവരണമെന്ന് തന്നെയാണോ? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ പോരെ എന്ന് മഹി ചോദിച്ചതും മാള് പറഞ്ഞു, വേണ്ട, മന്ത്രവാദിയെ തന്നെ കൊണ്ടുവരണം. അന്ന് ഗംഗയ്ക്ക് വയ്യെന്ന് പറഞ്ഞ് അവരിവിടെ മന്ത്രവാദമല്ല നടത്തിയത്. അതുപോലെ തന്നെ ഗംഗയോട് കാണിച്ച പോലെ തന്നെ ശ്രേയയ്ക്കും നല്ല തല്ല് കിട്ടണം എന്ന് മാളൂട്ടി അറിയിച്ചു. അത് കേട്ടതോടെ മഹി ചോദിച്ചു, ഓഹോ, അപ്പൊ അത് ശരി, ശ്രേയയെ തല്ലു കൊള്ളിക്കാനായിരുന്നല്ലേ ഈ പരിപാടി എന്ന്. അങ്ങനെ തല്ലു കൊടുത്തോണ്ടൊന്നും ഈ പ്രശ്നം മാറുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞതും, അല്ല, നിങ്ങൾ എന്താ ഇങ്ങനെ ശ്രേയക്കിട്ട് കൊള്ളിക്കണം ഇത്ര നിർബന്ധം എന്ന് ചോദിച്ചപ്പോ ഉടനെ മാളുവിന്റെ അതേ സ്റ്റാൻഡാണ് തന്റേതെന്നും ഗംഗ അറിയിച്ചു. ഞാനും ഇതിനെ അനുകൂലിക്കുകയാണ് മഹിയേട്ടാ. കാരണം ഗംഗ ഇപ്പോ ശ്രേയയുടെ ഈ പ്രശ്നം അതൊരു ഡോക്ടർ നിരൂപിച്ച തീരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കൃത്യമായി മന്ത്രവാദ പൂജ തന്നെ വേണമെന്നാണ് എന്റെയും തീരുമാനം. ഇവിടെ മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് ഇതുപോലെയുള്ള പൂജകൾ വഴിയല്ലേ എന്ന് ചോദിച്ചു. ഉടനെ മഹി ചോദിച്ചു, അപ്പോ നിങ്ങളെന്തോ പ്ലാനിങ് മനസ്സിൽ കൊണ്ടുകൊണ്ടാണല്ലേ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല മഹിയേട്ടാ, ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ മാളൂട്ടി പറഞ്ഞു, അല്ല, അച്ഛൻ എന്താ ശ്രേയക്കിട്ട് രണ്ട് തല്ല് കിട്ടുന്നില്ല, എന്തേലും കുഴപ്പമുണ്ടോ എന്ന് മാളു വേഗം മഹിയുടെ മടിയിൽ നിന്ന് നിലത്തിറങ്ങിയിട്ട് ചോദിച്ചു. അന്ന് ഗംഗയെ ഗംഗയ്ക്കിട്ടും അതുപോലെ അന്ന് അവർ തല്ലിയതല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രേയക്കിട്ടും രണ്ട് തല്ല് കിട്ടണം. പിന്നെ എന്റെ അമ്മ ഒരിക്കലും ശ്രേയയുടെ ദേഹത്ത് പ്രവേശിക്കില്ല, എനിക്കത് ഉറപ്പാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത ആരുടെയും ദേഹത്ത് എന്റെ അമ്മയും കയറില്ല. അത് മാത്രമല്ല, എന്നെ ഇഷ്ടപ്പെടാത്തവരുടെ കൂടെ അമ്മയും കൂട്ടുകൂടില്ല. അതുകൊണ്ട് ഒരിക്കലും ശ്രേയയുടെ ദേഹത്ത് എന്റെ അമ്മ കയറില്ല, എനിക്ക് തീർച്ചയാണ് എന്ന് മാളു അറിയിച്ചു. അത് കേട്ടതോടെ മഹി പറഞ്ഞു, അപ്പോ രണ്ടുപേരും കൂടി ശ്രേയക്കിട്ട് തല്ലു കൊടുക്കാൻ വേണ്ടി തന്നെയാ തീരുമാനം അല്ലേ എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, അങ്ങനെയല്ല മഹിയേട്ടാ, ഗംഗേച്ചിയുടെ ഇപ്പോ ശ്രേയച്ചിയുടെ ഈ ഒരു പ്രവൃത്തി അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അതിന് എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തിയേ തീരൂ എന്ന് അറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും മാളി ചോദിച്ചു, ശ്രേയക്കിട്ട് രണ്ട് തല്ലു കൊടുക്കുന്നതിൽ അച്ഛന് സങ്കടമുണ്ടോ? ഇല്ലല്ലോ എന്ന് ചോദിച്ചു. പിന്നെ എന്താ അച്ഛന് പ്രശ്നം എന്ന് ചോദിച്ചതും മഹി പറഞ്ഞു, അയ്യോ, എനിക്കൊരു പ്രശ്നവും ഇല്ലേ, തെറ്റ് ചെയ്ത ആരാണെങ്കിലും അവർക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം. അപ്പൊ ശരി, നിങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം തന്നെയാണെങ്കിൽ നമുക്ക് മന്ത്രവാദം തന്നെ നടത്താം. ഞാൻ അക്കാര്യം എല്ലാവരോടും ഞാൻ തന്നെ പറഞ്ഞോളാം. നിങ്ങളക്കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട, നാളെ തന്നെ നമുക്ക് പൂജ നടത്താം എന്ന് മഹി പറഞ്ഞു. മഹി ആ തീരുമാനം എടുത്തത് കേട്ട് ഗംഗയ്ക്കും മാളുവിനും ഭയങ്കര സന്തോഷമായി. ഉടനെ മാളു ഗംഗയെ നോക്കിയിട്ട് പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഗംഗയെ, എന്റെ അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് എന്ന് പറഞ്ഞ് ഗംഗയോട് മാളൂട്ടി തന്റെ അച്ഛന് തന്നോടുള്ള സ്നേഹത്തെ കുറിച്ച് പറയുമ്പോ മഹി പറഞ്ഞു, അത് പിന്നെ അങ്ങനെ അല്ലാതെ വരുവോ? എന്റെ പൊന്നുമോള് പറഞ്ഞ ഈ ഞാൻ അനുസരിക്കാതിരിക്കുവോ എന്ന് ചോദിച്ച് മാളുവിനെ ചേർത്ത് പിടിച്ച് മഹി താലോലിച്ചു. ആ കാഴ്ച കണ്ട് ഗംഗ സന്തോഷത്തോടെ മഹിയെ നോക്കി നിന്നു. അതിനുശേഷം ഉടനെ തന്നെ അവിടെ മന്ത്രവാദം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ഗംഗയോട് മഹി അറിയിച്ചു. നാളെ തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ താൻ ചെയ്യുമെന്നും ഉടനെ തന്നെ ഇവിടെ മന്ത്രവാദം നടത്തണമെന്നും ശ്രേയയുടെ ദേഹത്ത് കയറിയെന്ന് പറഞ്ഞ് ശ്രേയ നടക്കുന്ന ഗൗരിയുടെ ആത്മാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കുമെന്നും മഹി അറിയിച്ചു. പിറ്റേന്ന് രാവിലെ മഹി പറഞ്ഞതുപോലെ തന്നെ അവിടെ പൂജ നടത്തുന്നതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികളുമായിട്ട് അവിടെ പൂജ നടത്താനായി ഏർപ്പാട് ചെയ്ത നാരായണ ഭട്ടതിരിയുടെ ശിഷ്യൻ അവിടേക്ക് എത്തുന്നു. അദ്ദേഹം സാധനങ്ങളുമായി അവിടേക്ക് വന്നതും മഹിയോട് പറഞ്ഞു, ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാനായിട്ട് തിരുമേനി പറഞ്ഞു എന്നറിയിച്ചു. ഇതാണ് ബില്ല് എന്ന് പറഞ്ഞ് അദ്ദേഹം ബില്ലും മഹിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഉടനെ മഹി പറഞ്ഞു, ശരി, ഇതൊക്കെ സാധനങ്ങളൊക്കെ നിങ്ങൾ ഇറക്കി വെച്ചോ, അപ്പോഴേക്കും ഞാൻ പണവുമായിട്ട് വരാം എന്ന് പറഞ്ഞ് മഹി വേഗം പണം എടുക്കാനായി അകത്തേക്ക് കയറിപ്പോന്നു. ഈ സമയത്ത് ഗംഗയും കൂടി ചേർന്ന് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് എത്തിയ ശ്രേയയും മറ്റുള്ളവരും ഒക്കെ ചോദിച്ചു, അല്ല, ഇതെന്താ കാര്യം, ഇതെന്തൊക്കെയാ സാധനങ്ങള് എന്ന് ചോദിച്ചു. ഉടനെ ഗംഗ പറഞ്ഞു, അല്ല, ശ്രേയച്ചിയുടെ ദേഹത്ത് ഗൗരി ചേച്ചിയുടെ ആത്മാവ് കയറുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ശ്രേയച്ചിയുടെ ദേഹത്ത് ബാധ കയറുന്നുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാറുണ്ടല്ലോ, അതിനുവേണ്ടി ഒരു പൂജ നടത്താനാ മഹേടൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ പൂജയ്ക്ക് വേണ്ടിയാണ് സാധനങ്ങളൊക്കെ എന്ന് ഗംഗ അറിയിച്ചു. അത് കേട്ടതോടെ ഹൈമവതി പറഞ്ഞു, ഏയ്, ഇതൊന്നും ഇവിടെ വേണ്ട, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, പൂജയും മന്ത്രമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഉടനെ ഗംഗ ചോദിച്ചു, അപ്പോ അതിനർത്ഥം ഗൗരിയേച്ചിയുടെ ആത്മാവ് ശ്രേയച്ചിയുടെ ദേഹത്തു നിന്ന് പോകണ്ടെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചിട്ടും ഹൈമവതി പറഞ്ഞു, അതെ,
ഇവിടെ ഗൗരിയുടെ ആത്മാവല്ലേ, അല്ലാതെ മറ്റാരുടെ അല്ലല്ലോ. ഗൗരിയുടെ ആത്മാവ് ശ്രേയയുടെ ദേഹത്ത് കയറുന്നത് കൊണ്ട് ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കുന്നത് നീയാണ്. നീ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയാ മതി, എന്നാൽ എല്ലാത്തിനും പരിഹാരമാകും എന്ന് ഗംഗയുടെ ദേഷ്യത്തോടെ ഹൈമവതി പറഞ്ഞു. അത് കേട്ട ഉടനെ ചിരിച്ചുകൊണ്ട് ഗംഗ അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് മഹി പണവുമായി എത്തി. മഹി വേഗം അവിടെ വന്നിരുന്ന ആളുടെ കയ്യിലേക്ക് ദാ ഇതല്ലേ ബില്ല് ഇതല്ലേ എന്ന് പറഞ്ഞ് പണം കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും വേഗം ദേവേനി ചോദിച്ചു, മഹി എന്താ ഇത്, ഇവിടെ എന്തോ പൂജ നടക്കുന്നൊക്കെ പറഞ്ഞു കേട്ട്. അതൊക്കെ ഞാൻ പറയാട്ടോ, ഞാൻ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ എന്ന് പറഞ്ഞു മഹി ആ പണം വേഗം ആ സാധനങ്ങളുമായി വന്ന ആളുടെ കയ്യിലേക്ക് കൊടുത്തു. കറക്റ്റ് അല്ലേ എന്ന് ചോദിച്ചതും അത് സർ എന്ന് പറഞ്ഞ് അതും എടുത്തുകൊണ്ട് അയാൾ അവിടെ നിന്ന് ആ ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോയി. അദ്ദേഹം പോയെന്ന് ഉറപ്പായവരുടെ മഹി ചോദിച്ചു, എന്താ ചോദിച്ചത്, എന്താ പ്രശ്നം, ചോദിച്ചോളൂ എന്ന് പറഞ്ഞതും ഹൈമവതി ചോദിച്ചു, അല്ല ഇവിടെ എന്തോ മന്ത്രവാദം നടത്താൻ പോകുന്നൊക്കെ ഗംഗ പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മഹി പറഞ്ഞു, അതെ, സ്ത്രീയുടെ ദേഹത്ത് ഗൗരിയുടെ ആത്മാവ് കയറുന്നു എന്ന് പറഞ്ഞ് ഗൗരിയുടെ സാരി എല്ലാം എടുത്ത് ഉടുത്തോണ്ട് നടക്കുകയും എന്റെ റൂമിൽ വന്ന് എന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ എന്നെ ശല്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നില്ലേ, അതിനൊക്കെ ഒരു പരിഹാരം വേണ്ടല്ലോ, ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൂജ നടത്താമെന്നാണ് തീരുമാനിച്ചത്. സ്ത്രീയുടെ ദേഹത്ത് കയറിയ ആത്മാവിനെ എങ്ങനെയും ഒഴിപ്പിക്കണം. അതിന് പറ്റിയ ആളെ തന്നെയാ കൊണ്ടുവരുന്നത്. തെക്കേ ഇല്ലത്തെ നാരായണൻ ഭട്ടതിരി, അദ്ദേഹത്തെയാണ് വിളിച്ചിരിക്കുന്നത് എന്നറിയിച്ചു. അത് കേട്ടതോടെ ഉടനെ ഹൈമവതി പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ മഹി, ഇത് ചെറിയ കാര്യമല്ലേ എന്ന് ചോദിച്ചതും മഹി പറഞ്ഞു, നിങ്ങൾക്കതൊക്കെ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും, പക്ഷെ എനിക്ക് പ്രശ്നമുണ്ടമ്മേ, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഈ ശ്രേയയുടെ ഈ പ്രവർത്തികൾ എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉടനെ ഉണ്ടായി തീരൂ എന്ന് പറഞ്ഞതും ശ്രേയ ആകെ വിഷമത്തോടെ അകത്തേക്ക് വിടിപ്പോയി. പിന്നാലെ ഹൈമവതിയും ദേവയാനിയും പോകുമ്പോ മഹി പറഞ്ഞു, ഇന്ന് എന്തായാലും പൂജ നടന്നേ പറ്റൂ, ഇന്ന് രാത്രിയിൽ തീർച്ചയായിട്ടും പൂജ നടന്നിരിക്കും, അതിലൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് മഹിയും സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ശ്രേയ റൂമിൽ വന്ന് ആകെ വിഷമത്തോടെ ബെഡിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്കും മഹിയുടെ പിന്നാലെ ഗംഗയും ബാക്കി സാധനങ്ങളും എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. അപ്പോഴാണ് ശ്രേയയുടെ അരികിലേക്ക് എത്തിയ ഹൈമവതിയും ദേവയാനിയും ശ്രേയ സങ്കടപ്പെടുന്നത് കണ്ട് പിന്നാലെ വന്നിട്ട് പറഞ്ഞു, മോളിങ്ങനെ സങ്കടപ്പെടാതെ, എന്തിനും നമുക്ക് വഴി ഉണ്ടാക്കാവല്ലോ എന്ന് പറഞ്ഞതും ശ്രേയ പറഞ്ഞു, എന്ത് വഴി, ഞാൻ ആ തല്ല് കൊള്ളണമെന്നാണോ പറയുന്നത്, ആ മന്ത്രവാദിയുടെ തല്ല് മുഴുവൻ വാങ്ങിച്ചു കേട്ടാനോ, ദേഹം വേദനിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ലമ്മേ എന്ന് പറഞ്ഞ് ശ്രേയ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ദേവയാനി നോക്കിയിട്ട് ശ്രേയ ചോദിച്ചു, ആന്റി ഒന്നും മിണ്ടാത്തത്, ആന്റിക്ക് മഹേഷിനോട് പറഞ്ഞൂടെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞതും ദേവയാനി പറഞ്ഞു, മഹിയുടെ തീരുമാനമാണ്, അവന്റെ തീരുമാനത്തെ എതിർക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞതും ശ്രേയ ചോദിച്ചു, എങ്കിലും ആന്റി പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്, ഇതിനെന്താ ഒരു പോംവഴി, എന്റെ ദേഹത്തെ ഗൗരിയുടെ ആത്മാവ് കയറിയെന്നൊക്കെ പറയുമ്പോ ഇത്തരം കാര്യങ്ങളിലൊന്നും മഹേഷിന് ഒരിക്കലും ഇത്തരത്തിൽ കാര്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്താ മഹേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് ശ്രേയ സംശയത്തോടെ ചോദിക്കുമ്പോ ദേവയാനിയും ഹൈമവതിയും അതിനെക്കുറിച്ച് പറഞ്ഞു, അതെ, ഇപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതല്ലോ മഹി, അവനെ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചതല്ലേ ആ ഗംഗ. അതുകൊണ്ട് തന്നെ ഇവിടെ മഹിക്ക് സംശയം ഉണ്ടാകുന്നത്, മഹിയുടെ മനസ്സിലുള്ള സംശയം ശരിക്കും നിന്റെ ദേഹത്ത് ആ ഗൗരിയുടെ ആത്മാവ് കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആത്മാവ് നിന്റെ ദേഹത്ത് കയറിയിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലാണ് മഹിയെ ഇപ്പോ ഗംഗ കൊണ്ടുപോകുന്നത്. എന്നാൽ നിന്റെ ദേഹത്ത് യഥാർത്ഥത്തിൽ ഗൗരിയുടെ ആത്മാവ് കയറിയിട്ടുണ്ട് എന്ന് മഹിയെ ബോധ്യപ്പെടുത്തണം. അതാണ് നീ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നീ ആ ആ ഇവിടെ വരുന്ന ആ മന്ത്രവാദിയുടെ മുന്നിൽ നീ നന്നായിട്ട് അഭിനയിക്കണം. നിന്റെ ദേഹത്ത് ഇവരുടെ ആത്മാവുണ്ടെന്നുള്ള രീതിയിൽ തന്നെ നീ അഭിനയിച്ച് തകർക്കണം. കിട്ടുന്ന സമയത്ത് ആ ഗംഗയ്ക്കിട്ടും 2 എണ്ണം കൊടുക്കണം. അവളും ജീവനം കൊണ്ട് ഓടട്ടെ. അവളും ഇവിടെ കിടന്ന് വേദനിച്ച് അവളുടെ കഥ കഴിക്കണം. അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അവളെ ഈ വീട്ടിൽ നരകയാതന അനുഭവിപ്പിക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. മോളൊരു കാര്യം ചെയ്യും, എന്തായാലും ഗൗരിയുടെ ആത്മാവ് മോളുടെ ദേഹത്തോ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം മഹയെ വിശ്വസിപ്പിക്കണം, മഹയെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് മോള് ചെയ്യേണ്ടത്. അപ്പോ ശ്രേയ പറഞ്ഞു, എന്നെ തല്ലാൻ അങ്ങനെ മന്ത്രവാദി വന്ന ആ വടി വാങ്ങിച്ച് ഞാൻ അയാളെ തല്ലി ഓടിക്കും. അത് കേട്ട ഉടനെ കൈമോരി പറഞ്ഞു, അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോ നിന്റെ ദേഹത്ത് ഗൗരിയുടെ ആത്മാവ് ഉണ്ടെന്ന് തന്നെ എല്ലാവർക്കും ബോധ്യമാകും. നീ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇക്കാര്യവും. അതുകൊണ്ട് വേണ്ടത് എന്താന്ന് വെച്ചാ കൃത്യമായി അതേ രീതിയിൽ ചെയ്യുക, അത്രേ ഉള്ളൂ എന്ന് ഹൈമവതി ശ്രേയയോട് അറിയിച്ചു. എല്ലാം കേട്ടങ്ങനെ ശ്രേയ അതിനെക്കുറിച്ച് ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോ അവിടെ ഗൗരിയുടെ ആത്മാവ് വന്നു. ഗൗരിയുടെ ആത്മാവ് ശ്രേയയുടെയും ഹൈമവതിയുടെയും ഒക്കെ സംസാരം ശ്രദ്ധിച്ചു. എന്നിട്ട്
ഗൗരിയുടെ ആത്മാവ് മനസ്സിൽ പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ഈ പ്രവൃത്തി എങ്ങനെ ഇല്ലാതാക്കണമെന്നും എനിക്കറിയാം. നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. നീ അഭിനയിക്കാൻ തയ്യാറായിക്കോ എന്ന് ഗൗരിയുടെ ആത്മാവ് അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചു. അപ്പോഴേക്കും സന്ധ്യയായപ്പോഴേക്കും അവിടെ പൂജ ചെയ്യുന്നതിന് വേണ്ടി അവിടേക്ക് നാരായണ ഭട്ടതിരി എത്തി. അദ്ദേഹത്തെ കൂട്ടാനായി ഗംഗ വേഗം വാതിക്കലേക്ക് എത്തി. ഗംഗ, എന്താ, ഞാനിവിടേക്ക് സാധനങ്ങൾ അയച്ചു കൊടുത്തിരുന്നു, അതൊക്കെ കൃത്യമായി തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചതും, എല്ലാം ഇവിടെ ഉണ്ട്, ഞങ്ങൾ രാവിലെ തന്നെ അതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുമുണ്ട്, ഇനി തിരുമേനി വന്നാൽ മാത്രം മതിയായിരുന്നു എന്ന് ഗംഗ അറിയിച്ചു. അത് കേട്ടതോടെ അദ്ദേഹം പറഞ്ഞു, ഗംഗെ, എനിക്ക് മറ്റൊരു കാര്യം കൂടി ഗംഗയോട് പറയാനുണ്ട്. ഗംഗയുടെ ഭർത്താവ് എവിടെ എന്ന് ചോദിച്ചതും, മഹേട്ടൻ ഇവിടെ തന്നെ ഉണ്ട് തിരുമേനി എന്ന് ഗംഗ മറുപടി നൽകി. ഉടനെ തന്നെ ഗംഗയോട് അദ്ദേഹം പറഞ്ഞു, അതെ കുട്ടി, നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഒരു മന്ത്രവാദക്കളം ഒരുക്കുന്നത് അത് ഒരിക്കലും ശരിയായ രീതിയിലല്ലല്ലോ. കാരണം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ലല്ലോ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു കളമൊരുക്കി പൂജ ചെയ്യാൻ ഒരുങ്ങുന്നത്. ഞാൻ കുട്ടിക്കൊപ്പം ഇങ്ങനെയൊരു കാര്യത്തിന് കൂട്ടു നിൽക്കുന്നത് ആചാരപ്രകാരം തെറ്റായിട്ടുള്ള കാര്യമാണ്. എന്നാൽ തിന്മയെ ജയിക്കുന്നതിന് വേണ്ടി, തിന്മയെ ഇല്ലാതാക്കാനായിട്ട്, ഒരു നന്മയ്ക്ക് വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നത് എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഞാൻ ഇതിന് കൂട്ടു നിൽക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ കൃത്യമായി അവിടേക്ക് ഹൈമവതി എത്തുന്നു. അല്ല, ഇതാണോ മഹി പറഞ്ഞ ആ നാരായണ ഭട്ടതിരി എന്ന് ഒളിഞ്ഞു നിന്ന ഹൈമവതി ഭട്ടതിരിയെ കണ്ടിട്ട് സംശയത്തോടെ ആലോചിച്ചു. എന്തായിരിക്കും അവളോട് തനിച്ചയാൾ പറയുന്നത് എന്നറിയാനായി ഹൈമവതി ഗംഗയോട് അദ്ദേഹം സംസാരിക്കുന്നത് കാതോർത്തുന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ പൂജ തുടങ്ങുന്ന സമയത്ത് ഗംഗ തനിച്ച് സർപ്പക്കാവിൽ പോയി തിരിതെളിക്കണം. ഗംഗ സർപ്പക്കാവിൽ തിരിതെളിച്ചാൽ മാത്രമേ ഇവിടെ പൂജ തുടങ്ങാൻ കഴിയൂ. കാരണം ഇവിടുത്തെ പൂജ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാകാൻ പാടില്ലല്ലോ, അതിനു വേണ്ടിയാണ് എന്നറിയിച്ചു. അതിനെന്ത് തിരുമേനി, ഞാൻ ചെയ്തോളാം എന്ന് ഗംഗ സമ്മതിച്ചു. എന്നാ നമുക്ക് പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം എന്ന് ഗംഗ ചോദിച്ചതും, ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തിരുമേനി ഗംഗയോടൊപ്പം പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് പോന്നു. ഈ സമയത്ത് ആ ഒളിഞ്ഞു നിന്ന കാര്യങ്ങൾ കേട്ട ഹൈമവതി ഇക്കാര്യം വേഗം ശ്രേയയെ അറിയിക്കണമെന്ന് തീരുമാനിച്ചു. ശ്രേയയുടെ അരികിലേക്ക് ഓടിയെത്തി വിവരങ്ങൾ ദേവയാനിയും ഹൈമവതിയും ശ്രേയയെ അറിയിച്ചു. അത് കേട്ടതോടെ ശ്രേയ പറഞ്ഞു, അപ്പോ ഇന്ന് രാത്രി അവൾ തനിച്ച് സർപ്പക്കാവിലേക്ക് പോകും അല്ലെ? എങ്കിൽ ഇത് നമുക്കൊരു ചാൻസ് ആക്കി മാറ്റിയാലോ എന്ന് ചോദിച്ചതും ഹൈമവതിക്കും ദേവയാനിക്കും കാര്യം മനസ്സിലായില്ല. അല്ല, എന്ത് ചെയ്യാനാ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ സംശയത്തോടെ നോക്കുമ്പോൾ ഉടനെ ഹൈമവതിയോട് ശ്രേയ പറഞ്ഞു, അതമ്മേ, ഇക്കാര്യം നകുലിനെ എങ്ങനെയെങ്കിലും ഗംഗയെ ഒന്ന് ഒതുക്കത്തിൽ കെട്ടിയാൽ മതി. ആ നിമിഷം അവൻ ഗംഗയെ എങ്ങനെയും തട്ടിക്കൊണ്ടു പോയിക്കോളും. അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് തനിച്ച് കിട്ടാൻ തക്കം പാർത്തിരിക്കുകയാണ് നകുൽ. അവനെ വിളിച്ച് വിവരം പറഞ്ഞാൽ അവളുടെ ശല്യം ഇന്നത്തോടെ അവസാനിക്കും. എന്താ, അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചതും ഹൈമവതി വേഗം ദേവയാനിയെ നോക്കി. ഹൈമവതി ദേവയാനിയെ നോക്കിയതും ദേവയാനി പറഞ്ഞു, ഈ കുടുംബത്തിന്, ഈ കൈലാസത്തിന് ചേരാത്ത മരുമകളെ ഇവിടെ വേണ്ട, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് ശ്രേയയോട് ദേവയാനിയും മറുപടി നൽകി. ഉടനെ തന്നെ ശ്രേയ ഫോൺ എടുത്ത് നകുലിന്റെ ഫോണിലേക്ക് വിളിച്ചു. നകുല് കോള് വന്നെടുത്തതും ശ്രേയ പറഞ്ഞു, നകുലെ, നിനക്കിന്ന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞതും നകുല് പറഞ്ഞു, നീ ഉണ്ടാക്കി തന്ന പ്രശ്നങ്ങളൊന്നും ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല, പിന്നെയാ, അല്ല നീ കാര്യം പറ എന്ന് നകുൽ ചോദിച്ചതും ശ്രേയ പറഞ്ഞു, ഇന്ന് ഇവിടെ കൈലാസത്തിൽ ഒരു പൂജ നടക്കുന്നുണ്ട്. ആ പൂജയ്ക്ക് മുൻപ് സർപ്പക്കാവിൽ വിളക്ക് തെളിയിക്കാനായി ഗംഗ തനിച്ച് സർപ്പക്കാവിലേക്ക് വരുന്നുണ്ട്. ആ തക്കത്തിന് നിനക്ക് ഗംഗ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകാൻ കഴിയുമോ നകുൽ എന്ന് ശ്രേയ ചോദിച്ചു. അത് കേട്ടതും നകുൽ പറഞ്ഞു, പിന്നില്ലേ, എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയല്ലേ. എന്നാ ശ്രേയ വെച്ചോളൂ, ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ശ്രേയ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്നത് കൊണ്ടുകൊണ്ട് ആ ഗംഗയെ ഞാൻ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കും. ഗംഗയെ ഞാൻ അവിടുന്ന് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു ചാൻസ് വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നത്തോടെ ഗംഗയുടെ അവിടുത്തെ വാസം അവസാനിച്ചിരിക്കും. ശ്രേയ നോക്കിക്കോ എന്ന് പറഞ്ഞതും ശ്രേയ പറഞ്ഞു, എന്തായാലും ഇങ്ങനൊരു അവസരം ഞാൻ നകുലിന് വിളിച്ചു പറഞ്ഞത് ആ ഗംഗയുടെ ശല്യം എന്നേക്കുമായി ഇവിടെ നിന്ന് ഒഴിവായി കിട്ടാനാണ്. എന്നാ ഇന്നു മുതൽ ശ്രേയയ്ക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാം, സന്തോഷത്തോടെ ഉറങ്ങാം. ഇന്നത്തോടെ ഗംഗ ആ കൈലാസം വീട്ടിൽ നിന്ന് പുറത്താകും, കൈലാസം വീട്ടിൽ നിന്ന് പോന്നിരിക്കും. ഇത് നകുല പറയുന്നത് എന്ന് പറഞ്ഞ് നകുൽ ഫോൺ വിളിച്ചു. അപ്പോഴേക്കും ശ്രേയയോട് ഹൈമവതി പറഞ്ഞു, എന്താ പറഞ്ഞതവൻ എന്ന് ചോദിച്ചതും ഇന്നത്തോടെ അവളുടെ കാര്യം അവൻ ശരിയായിക്കോളാമെന്ന്. എന്തായാലും ഗംഗ സർപ്പക്കാവിലേക്ക് പോവല്ലോ, അവിടെ ചെന്ന് തിരിതെളിച്ചിട്ട് വന്നതിന് ശേഷമല്ലേ ഇവിടെ പൂജയും മറ്റു കാര്യങ്ങളും നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയത്ത്
നകുലിന്റെ ആളുകൾ അവളെ തട്ടിക്കൊണ്ടു പോയിക്കോളും. അക്കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല എന്ന് ശ്രേയ അറിയിച്ചു. അത് കേട്ടതോടെ ഹൈമവതിക്കും ദേവയാനിക്കും സന്തോഷമായി. ഉടനെ ശ്രേയ മനസ്സിൽ ചിന്തിച്ചു, ഗംഗേ, നീ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കുകയാണല്ലേ? ഗംഗേ, ഇന്നത്തെ ദിവസം നീ ഇനി മഹിയേട്ടന് അടുത്തുണ്ടാവാൻ പോകുന്നില്ല. എന്നേക്കുമായി നീ ഈ നാട് തന്നെ കടക്കും. നോക്കിക്കോ, നീ സർപ്പക്കാവിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമല്ലേ പൂജ നടക്കുള്ളൂ. ആ പൂജയൊന്ന് എനിക്ക് നടക്കുന്നൊന്ന് കാണണം എന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ട് ശ്രേയ നിന്നു. അപ്പോഴാണ് നകുല് മറ്റ് തന്റെ ഗുണ്ടകളെ, ഒരു സംഘം ഗുണ്ടകളുമായിട്ട് നേരെ കൈലാസം വീടിന്റെ അടുത്തേക്ക്, ആ സർപ്പക്കാവിനടുത്തേക്ക് എത്തിയത്. ഉടനെ തന്നെ നകുൽ ഫോൺ എടുത്ത് തന്റെ ബോസിനെ വിളിച്ചു. ബോസ് യാത്ര ചെയ്യുന്നതിന് കോള് വന്നതും നകുലിന്റെ കോളാണെന്ന് കണ്ടതോടെ ഉടനെ ബോസ് കോൾ അറ്റൻഡ് ചെയ്തു. ബോസ് കോൾ എടുത്ത്, ഹലോ നകുലെ, നിനക്ക് ഞാൻ തന്നിരുന്ന അവധി അവസാനിച്ചു. അതുകൊണ്ട് നീ ഇനി അവധി നീട്ടി ചോദിക്കാൻ വിളിച്ചതാണോ? എന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നകുലിനോട് ബോസ് പറയുന്നു. ബോസിന്റെ വാക്കുകൾ കേട്ട നകുൽ പറഞ്ഞു, അങ്ങനെയല്ല ബോസേ, ഞാനിപ്പോ വിളിച്ചത് ബോസ് ഞാൻ തന്ന വാക്ക് പാലിക്കാൻ പോവുകയാണെന്ന് പറയാനാണ്. ഇന്നത്തെ ദിവസം ഞാൻ ഗംഗയെ ബോസിനടുത്ത് എത്തിച്ചിരിക്കും. ഇനി അവൾ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോവില്ല ബോസ് എന്നറിയിച്ചതും ഉടനെ ബോസ് പറഞ്ഞു, നകുലെ, എനിക്ക് അവളെ പൊക്കിക്കൊണ്ട് പോരാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, നീ എനിക്ക് തന്ന വാക്ക് നീ പാലിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്ന് നകുലിനോട് ബോസ് അറിയിച്ചു. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ തീർച്ചയായിട്ടും ഗംഗയെ ബോസിന് അടുത്തെത്തിച്ചിരിക്കും. ഇനി അവളെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് ബോസിനോട് നകുൽ പറഞ്ഞതും ബോസ് പറഞ്ഞു, എന്നും നീ ഇങ്ങനൊക്കെ തന്നെയാ പറയാറുള്ളത്. എന്തായാലും ഒരവസരം കൂടി, ഇനി നിനക്ക് അവസരം ഇല്ല നകുൽ എന്ന് അയാൾ അറിയിച്ചു. ഇത്തവണ ഇത്തവണ എന്റെ കയ്യിൽ പുതിയൊരു ടീമാണുള്ളത് എന്ന് നകുൽ പറഞ്ഞു. അതിനുശേഷം 5-6 ഗുണ്ടകളെ തന്റെ ചുറ്റിനും നിർത്തിയിട്ട് നകുൽ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നു. അപ്പോഴേക്കും കൈലാസം വീട്ടിൽ അവിടെ സർപ്പക്കാവിലേക്ക് പോകുന്നതിന് മുൻപ് വേണ്ട എല്ലാ തയ്യാറെടുപ്പും നടത്താനും പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നാരായണ ഭട്ടതിരിയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നു. അങ്ങനെ നാരായണ ഭട്ടതിരി വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മഹിയുടെയും ഗംഗയുടെയും ആവശ്യപ്രകാരം ശ്രേയയുടെ ദേഹത്ത് കയറി കൂടിയ ഗൗരിയുടെ ആത്മാവിനെ പുറത്ത് ഇറക്കുന്നതിന് വേണ്ടി, ബാധ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നാരായണ ഭട്ടതിരി ചെയ്യുന്നു.